ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായി ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നതുൾപ്പെടെ പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ US കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരി മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഏഷ്യൻ വിപണിയിൽ ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, നേരത്തെ ഇറാനിലെ പരമോന്നത നേതാവാക്കാൻ തന്നെ ഇറാനിലെ ചില ആളുകൾ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ട്രംപ് ഇപ്പോൾ ഇറാനിലെ ക്രൂഡ് ഓയിൽ നിയന്ത്രണം US-ന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ താൻ നീക്കം നടത്തും, അതാണ് തൻ്റെ ലക്ഷ്യമെന്ന രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ട്രംപിൻ്റെ ലക്ഷ്യം? ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ്? ടോം, ഈ ഒരു യുദ്ധം നിലവിൽ ഇറാനിലേക്ക് US-ഉം ഇസ്രായേലും നടത്തുന്ന സംയുക്ത ആക്രമണം അത് എന്ത് ലക്ഷ്യത്തിലേക്ക് എത്താനാണ് എന്നതിനെ സംബന്ധിച്ച് പല നിഗമനങ്ങളും ഇതിനോടകം തന്നെ വന്നിരുന്നു. അപ്പോൾ അതിൽ പലരും എടുത്തുകാട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാനുള്ളിലെ ക്രൂഡ് ഓയിൽ അത് US-ന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് US ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ മേഖലയിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് എന്നതാണ് പലരും ഒരു നിഗമനമായി എടുത്തു വെച്ചിരുന്നത്. ഇപ്പോൾ അത്തരം വിദഗ്ധരുടെ നിഗമനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് നിലവിൽ ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് തൻ്റെ ഈ ഉദ്ദേശം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇറാനുള്ളിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കിക്കൊണ്ട് അവരുടെ എണ്ണ നിയന്ത്രണം അത് US-ന്റെ അധീനതയിൽ കൊണ്ടുവരണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി ഈ ഒരു ദ്വീപ് പിടിച്ചടക്കുന്നതിലൂടെ US-ന് ഇറാന്റെ ഒരു എണ്ണയുടെ പൂർണ്ണ നിയന്ത്രണം US-ന്റെ ഒരു അധീനതയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി US-ന് പല നേട്ടങ്ങളുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം US-ന് വെനസ്വേലയ്ക്ക് സമാനമായി ഇറാന്റെ ക്രൂഡ് ഓയിൽ നിയന്ത്രിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക ലാഭം കൊയ്യുക. മറ്റൊന്ന്, ഇപ്പോൾ നിലവിൽ ഈ ഒരു എണ്ണ വിൽപ്പനയിലൂടെ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് IRGCക്കും അതുപോലെ ഇറാനുള്ളിലെ മറ്റ് സായുധ സംഘങ്ങൾക്കുമാണ്. അപ്പോൾ ഈ ഒരു പണത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ സേനയെ മൊത്തത്തിൽ ഒന്ന് തകർക്കുക, അവരിലേക്ക് ഒഴുകുന്ന പണത്തിൻ്റെ ഒരു